ഇപ്പോൾ കൊച്ചി റെയിൽവേ സ്റ്റേഷനിൽ ഒരു വാർത്ത വരുന്നുണ്ട്. പരിശോധനയ്ക്കായി കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിനെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുക. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് തടഞ്ഞു വെച്ചത്. എറണാകുളത്ത് എത്തിയത് എന്തിനാണെന്നാണ് പോലീസ് ചോദിക്കുന്നത്. ബണ്ടി ചോറ് ഇരുത്തം എന്ന മോഷ്ടാവാണ്. ഇദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കണമെന്നില്ല. പോലീസ് കൃത്യമായി ചോദിച്ച് വിവരം അറിയണം. ഇന്നലെ രാത്രി 8:30 മുഹമ്മദ് ഇർഫാൻ ബണ്ടി ചോറ് ഇന്നലെ സൗത്തിലേക്ക് എത്തിയത്. അത് റെയിൽവേ പോലീസിന്റെ കണ്ണിൽപ്പെട്ടു. പിന്നാലെ ഇയാളെ റെയിൽവേ പോലീസ് ഈ കാണുന്ന റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് വിളിച്ച് ഇരുത്തി അവിടെ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് എറണാകുളത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബണ്ടി ചോറ് രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കുപ്രസിദ്ധ ആർജിച്ച ഒരു മോഷ്ടാവാണ്. 700ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ്. അതിസമ്പന്നരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ ശൈലി. തിരുവനന്തപുരത്ത് 2013 മോഷണം നടത്തിയതോടെയാണ് കേരളത്തിലേക്കുള്ള ബണ്ടി ജോർജിന്റെ ഒരു പ്രധാനപ്പെട്ട വരവ് അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടത്. 5 ദിവസത്തിന് ശേഷം വണ്ടീനെ അന്ന് പോലീസ് പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എന്തിന് വീണ്ടും എത്തി എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇയാൾക്ക് ഈ ക്രിമിനൽ റെക്കോർഡൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ അങ്ങനെ പെട്ടെന്ന് വിട്ടു നൽകാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. എന്തിനെത്തി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ബണ്ടി ചോറ് എത്തിയത്. അതുകൊണ്ട് എവിടേക്കാണ് പോകുന്നത്, എന്തിനു വേണ്ടി എത്തി, എന്താണ് ഉദ്ദേശം, ഏതെങ്കിലും പുതിയ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണോ ബണ്ടി എത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തണം. നിലവിൽ അങ്ങനെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കൊന്നും പോയിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്ന ഒരു പരിശോധന എന്ന രീതിയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളുടെ വിവരങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ നടപടി.